ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയും പാർവതിയും സംസാരിക്കുകയാണ്. ദേവിക പാർവതിയോട് എന്താ അമ്മയ്ക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ വീട് മാറണം. എന്താ അമ്മയ്ക്ക് വീട് മാറണം എന്ന് തോന്നുകയാണെങ്കിൽ മാറിക്കോ, ആരാ അതിനിവിടെ തടസ്സം നിൽക്കുന്നത്? എന്റെ അച്ഛനാണ് തടസ്സം നിൽക്കുന്നത്, മനോഹരേട്ടൻ. നമുക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം, എന്നിട്ട് ഈ വീട് വിൽക്കാം, എന്നിട്ട് മറ്റൊരു പുതിയ വീട് വാങ്ങിക്കാം. അത് കേട്ടപ്പോൾ ദേവിക, അവിടെയും നിത്യയുടെ ആത്മാവ് വന്നാലോ? നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? ഇതൊക്കെ എന്തിനാ അമ്മയെ അറിയുന്നത്? എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പുതിയ വീട്ടിലും നിത്യയുടെ ആത്മാവ് വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്. ഇല്ല, അവിടേക്ക് നിത്യയുടെ ആത്മാവ് വരില്ല. ആര് പറഞ്ഞു? ഇല്ല, ഞാനല്ലേ പറയുന്നത് അവിടേക്ക് വരില്ല. അമ്മ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വീട്ടിൽ നിന്ന് എല്ലാവരെയും മാറ്റണം എന്നുള്ളത് ശരത്തിന്റെ ആവശ്യമാണ്. അവനാകെ പേടിച്ചിരിക്കുകയാണ്. നിത്യയുടെ ആത്മാവ് അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിലാണ് അവൻ. എന്തുകൊണ്ടാണ് അവൻ നിത്യയുടെ ആത്മാവിനെ പേടിക്കുന്നത് എന്ന് അമ്മ ഇതുവരെ അവനോട് ചോദിച്ചിട്ടുണ്ടോ? അമ്മ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് സുധിയേട്ടൻ്റെ ഓർമ്മകളുള്ളത്, ഇവിടെയാണ് നിത്യമോളുടെ ഓർമ്മകളുള്ളത്. ആ വീട്ടിൽ നിന്നും ഒരിക്കലും ഞാൻ വരില്ല, അച്ഛനും വരില്ല. പിന്നെ നിത്യയുടെ ആത്മാവ് എന്നെ ഒന്നും ചെയ്യില്ല, അതുപോലെ അച്ഛനെയും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്നും വരില്ല, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും. അത് കേട്ടപ്പോൾ പാർവതി, നീ ഒരു ദുഷ്ടയാണ്. നീ എല്ലാവരെയും നശിപ്പിക്കാനാണ് നോക്കുന്നത്, എല്ലാവരെയും ഇല്ലാതാക്കാനാണ് നീ നോക്കുന്നത്. ഇല്ല അമ്മേ, ഞാൻ എല്ലാവരെയും സംരക്ഷിക്കാനാണ് നോക്കുന്നത്. ശരത്താണ് ഇതിൻ്റെയൊക്കെ പിറകിലെന്നുള്ളത് അമ്മ എത്ര തന്നെ പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അമ്മയ്ക്ക് അത് മനസ്സിലാവും. അതുവരെ അമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മയ്ക്കിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോവാം, അല്ലാതെ വീട് മാറ്റം എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി പാർവതിക്ക് ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോവുകയാണ്. പിന്നീട് മനോഹരൻ ശരത്തിനോട് പറയണേ, ഞങ്ങളെയൊക്കെ ഇതുവരെ ദ്രോഹിച്ചത് നിനക്ക് മതിയായില്ലേ? ദിനച്ചാ, ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ലേ, അല്ലെങ്കിൽ നീ ചെയ്യിപ്പിച്ചില്ലേ? നീ എന്തിനാടാ എൻ്റെ മോളുടെ ആത്മാവിനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ നോക്കുന്നത്? നീ എന്തിനാടാ ജോത്സ്യരുടെ അടുത്ത് പോയത്? നിനക്കെന്താ ഇത്ര നിർബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് എനിക്ക് മാത്രമല്ല നിർബന്ധമുള്ളത്, മുത്തശ്ശിക്കും ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പാർവതിയും മുത്തശ്ശിയും ദേവികയും വരും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാം, അതെ മനോഹര, നിത്യയുടെ ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അത് അവളുടെ ആത്മാവിന് പോലും ദോഷം ചെയ്യും. അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് നിത്യയുടെ ആത്മാവിനെ പരലോകത്ത് എത്തിക്കണം മനോഹര, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പാർവതി പറയണേ, മരിച്ചവരുടെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അത് ദോഷമാണ് മനോഹരേട്ട. അപ്പോൾ മനോഹരൻ ശരത്തിനോട് ചോദിക്കുകയാണ്, നിന്നോട് ആരാടാ പറഞ്ഞത് എൻ്റെ മോളുടെ ആത്മാവ് ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന്? അപ്പോൾ മുത്തശ്ശി പറയണ, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നില്ലടാ മനോഹര. അപ്പോൾ ദേവിക പറയണ, എന്ത് ലക്ഷണങ്ങൾ? ഇവൻ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നു, അത് വിശ്വസിക്കാൻ നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ മുത്തശ്ശി പറയണേ, എന്തായാലും ഒരു പ്രശ്നം വെച്ച് നോക്കുന്നത് കൊണ്ട് എന്ത് ദോഷമാണുള്ളത്? അതൊന്ന് ചെയ്തൂടെ? അപ്പോൾ ശരത്ത്, അത് തന്നെ പ്രശ്നം വെച്ച് നോക്കിച്ചിട്ട് ഇപ്പോൾ എന്താ കുഴപ്പമുള്ളത്? അപ്പോൾ മനോഹരൻ പറയണേ, ഈ വീടിൻ്റെ നാഥൻ ഞാനാണ്, അല്ലാതെ നീയല്ല. നിത്യ എൻ്റെ മോളാണ്. എൻ്റെ മോളുടെ ആത്മാവ് ഈ വീട്ടിലുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്കൊരു പേടിയുമില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ എൻ്റെ നിത്യമോളുടെ ആത്മാവുണ്ടെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു. പിന്നെ നിങ്ങൾക്കാർക്കും അത് സഹിക്കണമെന്നില്ല. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാം. അത് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഈ നിമിഷം തന്നെ ഇറങ്ങിപ്പോവാം. എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്നും പോവാം. അപ്പോൾ മുത്തശ്ശി പറയണേ, നിനക്ക് അഹങ്കാരമാണ് മനോഹര. ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ മനോഹരൻ പറയണേ, ഒരു മകനും ഒരു മകളും മരിച്ച ഒരു അച്ഛനാണ് അമ്മേ ഞാൻ. ഇതിലും വലിയ അനർത്ഥം ഇനി എനിക്ക് എന്താണ് അമ്മേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ളത്? കൂടിപ്പോയ ഞാൻ അങ്ങ് മരിക്കും. എനിക്ക് മരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമാണുള്ളത്. അതുകൊണ്ട് ഒരു ജ്യോത്സ്യരും വേണ്ട, ജ്യോതിഷവും വേണ്ട. ഇത് എൻ്റെ തീരുമാനമാണ്. ഇത് എതിർക്കുന്നവർക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാം എന്നും പറഞ്ഞ് ദേവികയും മനോഹരനും അകത്ത് പോവാണ്. എന്നിട്ട് ദേവികയും മനോഹരനും മാറി നിന്ന് സംസാരിക്കുകയാണ്. ഈ കേസിൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് ഒന്നുകൂടി സ്പീഡിൽ അന്വേഷിക്കാം, മോള് ചെന്ന് പറയണം. കാരണം നിനക്ക് മനസ്സിലായില്ലേ ശരത്ത് എന്തിനാണ് ശ്രമിക്കുന്നത് എന്ന്? എനിക്ക് മനസ്സിലായി അച്ഛാ, ഈ വീടിന് പ്രേതബാധ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് അവൻ്റെ ശ്രമം. എന്നിട്ട് അവന് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, അതാണ് അവൻ്റെ ഉദ്ദേശം. അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് മോളെ. കേസ് അന്വേഷണം ഒന്നുകൂടി മുറുകണം, എന്നിട്ട് അവൻ അകത്തു പോവണം. അപ്പോൾ ദേവിക പറയണ, സിദ്ധു ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ, നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് സംസാരിക്കാം, എന്നിട്ടൊരു തീരുമാനമെടുക്കാം. അപ്പോൾ മനോഹരൻ പറയണേ, എനിക്ക് ദേഷ്യം പിടിക്കുന്നത് ഇപ്പോഴും പാർവതിയും അമ്മയും അവൻ പറയുന്നത് വിശ്വസിച്ച് അവനോടൊപ്പമാണ്. ഒന്നല്ലെങ്കിൽ പാർവതിയുടെ ഭർത്താവല്ലേ ഞാൻ, പിന്നെ അമ്മയുടെ മകനല്ലേ ഞാൻ. ഞാൻ പറയുന്നതിനേക്കാളും വിശ്വാസം അവൻ ആ ശരത്ത് പറയുന്നതാണ് വിശ്വാസം അമ്മയ്ക്കും പാർവതിക്കും. അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ ഇത് അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അച്ഛാ. അപ്പോൾ മനോഹരൻ പറയണേ, ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാ സത്യവും അറിയും. അതുവരെ അത് കാണാൻ ഞാൻ ഇവിടെ ഉണ്ടായ മതി, അതാണ് എൻ്റെ
മനസ്സിലുള്ള ആഗ്രഹം. അപ്പോൾ ദേവിക പറയണ അച്ഛൻ എവിടെ പോവാനാണ്, അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖത്തിലും എനിക്കെല്ലാം തുറന്നു പറയാൻ പിന്നെ എനിക്ക് ആരാണുള്ള അച്ഛാ, അതുകൊണ്ട് അച്ഛനൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മനോഹരൻ പറയണേ നിനക്ക് താങ്ങും തണലുമായി സിദ്ധു ഉണ്ടാവും. എനിക്ക് സിദ്ധു ഉണ്ടാവില്ല മോളെ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണേ എനിക്ക് എല്ലാവരും വേണമെച്ച അച്ഛനും അമ്മയും മുത്തശ്ശിയും പിന്നെ നിത്യ എന്നങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. എനിക്ക് നിത്യയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അച്ഛ എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ ഭാഗ്യമില്ലാത്തവരാണ് മോളെ നമ്മൾ, എന്ത് ചെയ്യാനാണ്, യോഗമില്ലാതായി പോയി നമുക്ക്, നമ്മൾ ഭാഗ്യം കിട്ടവരാണ്, എല്ലാം അനുഭവിക്കാനും വേണ്ടേ, ഇനിയിപ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയാനുള്ള അതിനും ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതമാണ് നമ്മളുടേത് എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് മനോഹരനും ദേവികയും. പിന്നീട് ശരത്തിന്റെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. എന്നിട്ട് മുത്തശ്ശി ശരത്തിനെ തൊട്ടതോടുകൂടി പെട്ടെന്ന് ഒച്ച എടുത്തുകൊണ്ട് ശരത്ത് അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. അയ്യോ എന്നങ്ങ് പറയുമ്പോൾ അപ്പം മുത്തശ്ശി അങ്ങ് പേടിച്ചു പോണേ, എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മുത്തശ്ശി ഞാൻ പെട്ടെന്ന് പ്രേതമാണെന്ന് കരുതിപ്പോയി. അപ്പോൾ മുത്തശ്ശി പറയണ പ്രേതത്തിന് അതിന് നിഴലുണ്ടാവില്ലല്ലോ മോനെ. ആണോ, അങ്ങനെയാണെങ്കിൽ ഇനി നിഴല് കണ്ടാൽ എനിക്ക് ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ മോനെ. ശരത്തെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. എന്താണ്? അല്ല മനോഹരൻ എന്തായാലും ഒന്നിനും സമ്മതിക്കുന്നില്ലല്ലോ. അതിനെ എങ്ങനെ സമ്മതിക്കാനാണ് അച്ഛൻ? ആ ദേവികയല്ലേ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അച്ഛൻ പറയുന്നതൊക്കെ ദേവിക പറയുന്നത് പോലെയാണ്. ദേവിക പറഞ്ഞിട്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, മോൻ എത്രയും പെട്ടെന്ന് ഒരു വാടക വീടെടുക്കുക, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവിടേക്ക് താമസം മാറാം. അപ്പോൾ അതിന് അച്ഛനും ദേവികയും വരില്ലല്ലോ. അവർ വരണ്ട, അവരെന്തിനാണ് വരുന്നത്? അങ്ങനെയല്ല മുത്തശ്ശി, ദേവിക വന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് എന്തിനാണ് അവള്? അല്ല അവള് ദേവിക വന്നില്ലെങ്കിൽ അച്ഛൻ വരില്ലല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ വരണ്ട, അവന് അഹങ്കാരം കൂടുതലാണ്. അങ്ങനെയല്ല മുത്തശ്ശി, അച്ഛനല്ലേ, നമ്മുടെ അച്ഛനെ അങ്ങനെ തനിച്ചാക്കി പോകാൻ കഴിയില്ലല്ലോ. മുത്തശ്ശി ആദ്യം ഒരു കാര്യം ചെയ്യും, പ്രിയോടൊന്ന് സംസാരിച്ചാൽ മതി. പ്രിയ പറഞ്ഞാൽ എന്തായാലും ദേവിക അനുസരിക്കും. ദേവിക വരണം മുത്തശ്ശി, അല്ലാതെ ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് മുത്തശ്ശി ഞാൻ പറഞ്ഞതുപോലെ പ്രിയോടൊന്ന് സംസാരിക്കേ. അപ്പോൾ മുത്തശ്ശി പറയണം, ഞാൻ പ്രിയോട് സംസാരിക്കാം. ശരത്തുമോനെ നിന്റെ മനസ്സ് നല്ലതാണ്, അതുകൊണ്ടാണ് നീ ഇപ്പോഴും ദേവിക വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അവൾ നിന്നെ എന്തുമാത്രം അധികം കഷ്ടപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നീ അതൊന്നും മനസ്സിൽ വെക്കാതെ ദേവികയോട് പെരുമാറുന്നില്ലല്ലോ. അതൊക്കെ നിന്റെ നല്ല മനസ്സുകൊണ്ടാണ്. അപ്പോൾ ശരത്ത് അഭിനയിച്ചുകൊണ്ട് അതേ എന്നുള്ള ഭാവത്തിലിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പ്രിയയോട് സംസാരിക്കാൻ അങ്ങ് പോവാണ്. ചന്ദ്രയോട് സംസാരിക്കാൻ പ്രേമ വരികയാണ്. എന്നിട്ട് പറയണേ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്നൊന്നും നീ കരുതരുത്. ഇവിടെ കാണിച്ച തെറ്റ് നീ മറ്റൊരു ജീവിതത്തിൽ ഇനി നിനക്കുണ്ടെങ്കിൽ അത് കാണിക്കരുത്. നീ അവിടെ പോയി നീ അവിടുത്തെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുകയൊക്കെ ബഹുമാനിക്കുകയൊക്കെ ചെയ്ത് നല്ലപോലെ ജീവിക്കാൻ വേണ്ടി നീ ശ്രമിക്കണം. അപ്പോൾ ചന്ദ്ര തിരിച്ചു ചോദിക്കുകയാണ്, അല്ല എന്നെ ഉപദേശിക്കുന്ന ആളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും കൂട്ടി ഇവിടെ വന്ന് താമസിക്കുന്നത്? അതിന് എനിക്ക് പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോൾ ചന്ദ്ര പറയുന്നത് അതുപോലെ തന്നെയാണ് എനിക്കും. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ സ്വയം ജീവിതത്തിൽ അതൊക്കെ പകർത്താനാണ് പാട്. അല്ല അതൊക്കെ ഇരിക്കട്ടെ, നീ എന്നാണാവോ ഇവിടെ നിന്ന് താമസം മാറുന്നത്? ആദ്യം കോടതിയിൽ നിന്ന് ഉത്തരവ് വരട്ടെ, എന്നിട്ടാണ് ഞാൻ മാറൂ. അതുവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. അല്ല ഇനിയിപ്പോൾ എന്ത് നിയമം വരാനാണ്? നിനക്ക് വേറൊരു വാടക വീടെടുത്ത് അവിടേക്ക് താമസം മാറിക്കൂടെ? എനിക്ക് സൗകര്യമില്ല. നിയമം എന്താണോ തീരുമാനിക്കുന്നത് അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലാതെ എന്നെ പെട്ടെന്നൊന്നും പറഞ്ഞു വിടാനൊന്നും നിങ്ങൾ ആരും കരുതണ്ട എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത്. പിന്നീട് രാത്രിയിൽ സിദ്ധു ദേവികയും മനോഹരനെയും കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പോൾ ശരത്തും പാർവതിയുമാണ് സിദ്ധുവിനെ കാണുന്നത്. സിദ്ധുവിനെ കണ്ടതോടുകൂടി ശരത്ത് പറയുന്നത്, എന്തിനാണ് അമ്മേ അവൻ ഈ നേരത്തൊക്കെ ഇവിടേക്ക് വരുന്നത്? അമ്മയൊന്നും ശരിയല്ലാഞ്ഞിട്ടാണ് അവനൊക്കെ ഈ സമയത്ത് ഇവിടെ കയറി ഇറങ്ങുന്നത്. അമ്മയൊക്കെ ഒന്ന് തൻ്റെ ഇടത്തിൽ പെരുമാറിയാലൊന്നും പിന്നെ അവനെ പോലെയുള്ളവരൊന്നും ഇവിടേക്ക് വരില്ല. പാർവതി പറയണേ, എനിക്ക് തൻ്റെ ഇടമില്ലാഞ്ഞിട്ടല്ല, അവളുടെ പേരിലല്ലേ ഈ വീട്, ആ ദേവികയുടെ, അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിക്കുന്നത് എന്ന് പറയട്ടെ. അങ്ങനെ സിദ്ധു വരുന്ന സമയത്ത്, അല്ല ശരത്തെ എന്താ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ വിനയത്തോടു കൂടിയാണ് ശരത്ത് സംസാരിക്കുന്നത്. അപ്പോൾ പാർവതി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവൻ്റെ മുന്നിൽ പൂജയെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പാർവതി ശരത്തിനെ നോക്കുന്നത്. എന്നിട്ട് അല്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ, ജയിലിലേക്കൊക്കെ പോവണ്ടേ എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ, എന്താ നീ പറഞ്ഞത്? അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതാണ്, ഇതുപോലെയുള്ള തമാശ കേൾക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല കേട്ടോ ഞങ്ങൾ എന്നങ്ങ് പറയണേ. അല്ല ദേവികയും അച്ഛനും എവിടെ എന്ന് ചോദിക്കുമ്പോൾ, എന്താണാവോ ഈ വരവിൻ്റെ ഉദ്ദേശം? അതോ അവരോട് പറയാനുള്ളതാണ്? എന്താണ് അത് കാര്യം? അത് അവരോട് പറയാനുള്ളതാണെന്നും പറഞ്ഞ് സിദ്ധു ദേവികയുടെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്തും പാർവതിയും അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി
വേണ്ടി ഒളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പാർവതി പറയണ എന്തോ ഒരു കാര്യം പറയാനാണ് അവർ വന്നിട്ടുള്ളത്, എന്താണെങ്കിലും നമുക്കത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ദേവികയോട് പറയണ ഞാനിവിടേക്ക് വരുന്ന സമയത്ത് ശരത്തും പാർവതി അമ്മയും ഉണ്ടായിരുന്നു, എന്നെ ഒന്ന് വഴി തടഞ്ഞു. ശരത്ത് ചോദ്യം ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. എന്നെ വിളിക്കായിരുന്നില്ലേ, ഞാൻ തീർത്തു കൊടുത്തിന്ന് അവരുടെ സംശയങ്ങളൊക്കെ എന്ന് ദേവിക പറയണ. അല്ല എന്താണാവോ സിദ്ധു ഈ നേരത്ത് വന്നത്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ്. എന്ത്, നെഗറ്റീവാണോ പോസിറ്റീവാണോ? പോസിറ്റീവാണ്. നീ ആദ്യം അച്ഛനെ കൂടി വിളിക്ക് ദേവിക എന്ന് പറയട്ടെ. അങ്ങനെ മനോഹരനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പാർവതി പറയുന്നത് പോസിറ്റീവായ കാര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരത്ത് പറയും അവർക്ക് ഗുണമുള്ള കാര്യമായിരിക്കും, നമുക്ക് എന്തായാലും പോസിറ്റീവ് ആവില്ല, നമുക്കത് നെഗറ്റീവ് ആയിരിക്കും. എന്തായാലും ഞാൻ മുത്തശ്ശിയെ കൂടി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ശരത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് കാര്യം പറയണം. അപ്പോൾ അത് ജോത്സ്യരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാനാവും സിദ്ധു വന്നിട്ടുണ്ടാവും, അതൊന്നുമല്ല പോസിറ്റീവായ കാര്യം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിത്യയുടെ കൊലപാതകയെ കണ്ടുപിടിച്ചു, അങ്ങനെ എന്തേലും ആവും പറയാൻ വന്നിട്ടുണ്ടാവും. എന്താ മുത്തശ്ശി പറഞ്ഞത്? അങ്ങനെ വല്ലതുമാണെങ്കിൽ നിത്യയുടെ കൊലപാതകയെ കണ്ടുപിടിച്ചാലേ ഞാൻ എൻ്റെ പക്കലേ ഒരു കടാര സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അവൻ്റെ പള്ളക്കിട്ട് കയറ്റാൻ ഞാനൊന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കേട്ടതോടുകൂടി ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇതിനെയും സൂക്ഷിക്കണമല്ലോ എന്നുള്ള ഭാവത്തിലാണ് ശരത്ത് ഞെട്ടലോടുകൂടി നിൽക്കുന്നത്. അപ്പോൾ സിദ്ധു വന്നത് നിത്യയുടെ കേസന്വേഷണത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.